ഞാൻ പറയുമ്പോൾ ഈ ബോഡി ഷേമിങ്ങിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയപ്പോ ഭഗവാന് കുരി തുടർന്ന് തോന്നി. ഗോപിക്കുരി എപ്പോഴും ഉണ്ടല്ലോ, കളഭം. നോക്കിയപ്പോ ഒരു സ്ത്രീ ഒരു വലിയ പാത്രം കുറിക്കൂട്ട്, കംസന്റെ കുറിക്കൂട്ടാണ്, കംസന്റെ കൊട്ടാരത്തിലേക്ക് കളഭം കൊണ്ട് കൊണ്ടുപോവാ. അവളെ നോക്കി എല്ലാവരും വിളിക്കുന്നുണ്ട് കൂനി കൂനി കൂനി. കാരണം നടക്കുമ്പോ വളവുണ്ട്, ഇങ്ങനെ പോവുക. കൂനിയാണ്, കുബ്ജ എന്നാണ് അവരുടെ പേര്. കൂനി കൂനി നടക്കുന്നു. എല്ലാരും കൂനി എന്ന് വിളിച്ചപ്പോ ഒരാള് മാത്രം ഉറക്കെ വിളിച്ചു, സുന്ദരി. കളിയാക്കി വിളിച്ചതല്ല കേട്ടോ. സുന്ദരി, നിന്റെ കയ്യിലിരിക്കുന്ന കളഭ എനിക്ക് തരുമെന്ന് ചോദിച്ചത്. അവൾ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് സുന്ദരി എന്ന് വിളിക്കുന്നത് കേൾക്കുന്നത്. നോക്കിയപ്പോ ഭഗവാൻ മഞ്ഞ പട്ട കൊടുത്ത് നല്ല പുലിനഖമാലയൊക്കെ ചാർത്തി മയിൽപ്പീലിയൊക്കെ വെച്ചിങ്ങനെ മുമ്പിൽ നിൽക്കുക. ഉടനെ അങ്ങോട്ട് വിളിച്ചു, സുന്ദര, എന്റെ കയ്യിലുള്ള കുരി മൊത്തം നിനക്കാ, അതായിരിക്കുന്നു. ഭഗവാൻ നല്ലൊരു ഗോപിക്കുരിയൊക്കെ തൊട്ടു, ഏട്ടനും തൊട്ടു കൊടുത്തു, ഒപ്പം വന്ന ഗോപിമാർക്കൊക്കെ തൊട്ടു കൊടുത്തു. ഭഗവാൻ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും കൊടുക്കാതെ പോകുന്നൊരു പതിവില്ല. കാലിന്റെ പെരുവിരലുകൊണ്ട് അവളുടെ കാലിലങ്ങോട്ട് ചവിട്ടി പിടിച്ച് താടിക്കൊരു തട്ടാൻ കൊടുത്തു, അത്ര മുകളിലേക്ക് ഒറ്റ തട്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മേക്ക് ഓവർ ഒന്നും ഒന്നുമല്ല കേട്ടോ. യഥാർത്ഥ മേക്ക് ഓവർ അപ്പോഴാ കണ്ടത്. ഇത്ര നാൾ കൂനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരൊക്കെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീയെ പിന്നെ കണ്ടിട്ടില്ല എന്നാ. കുബ്ജയ്ക്ക് ഏറ്റവും മനോഹരമായുള്ള രൂപം ഭഗവാൻ കൊടുത്തു. ആദ്യമായിട്ട് പുരാണത്തിലുണ്ട്, നമ്മുടെ പാരമ്പര്യത്തിലുണ്ട് ഈ ബോഡി ഷേമിങ്ങിനെതിരെ പ്രതികരിച്ചൊരു ഗുരുവായൂരപ്പൻ. ഇതൊന്നും നമ്മൾ എവിടെയും പറയില്ല. നമ്മൾ എന്താ പറയാ, ചേല കട്ടു, വെണ്ണ കട്ടു, കർണനെ ചതിച്ചു വന്നു, അല്ലേ?